സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന ഖബ്ലി അശിയ്യത അറഫ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഞാനും എനിക്ക് മുമ്പുള്ള മുഴുവൻ നബിമാരും എല്ലാ നബിമാരും അറഫയിൽ വന്നിട്ടുണ്ടെന്നാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ എല്ലാ നബിമാരും അറഫയിൽ നിന്നിട്ടുണ്ട്. എല്ലാ മനുഷ്യരും അറഫയിൽ നിന്നിട്ടുണ്ട്. എല്ലാ മനുഷ്യരും അറഫയിൽ നിന്നിട്ടുണ്ട്. ലോകത്തിലുള്ള മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും എല്ലാവരും നിന്നിട്ടുണ്ട്. എപ്പോഴാണത്? സൂറത്തുൽ അറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നുണ്ട്. വൈദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയ്യതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ ഷഹിദ്നാ അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലിൻ. സകല മനുഷ്യരെയും ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുതുകിൽ നിന്ന് അല്ലാഹു കൊണ്ടുവന്നു. ചില റിവായത്തിലുള്ളത് ഉറുമ്പിന്റെ രൂപത്തിൽ, അല്ലെങ്കിൽ അത്രയും ചെറിയ രൂപത്തിൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരെയും അല്ലാഹു കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നിട്ട് അവരോട് അലസ്തു ബിറബ്ബികും എന്ന് ചോദിച്ചത് അറഫയിൽ വെച്ചാണ്. ഖാലൂ ബലാ ഷഹിദ്ന എന്ന് പറഞ്ഞത് അറഫയിൽ വെച്ചാണ്. അതുകൊണ്ടാണ് അത് സാക്ഷ്യം വഹിക്കപ്പെടുന്ന ദിവസം എന്ന് ഖുർആൻ പറഞ്ഞത്. വൽ യൗമിൽ മൗഊദ് വശാഹിദിൻ വമഷ്ഹൂദ്. ആ മഷ്ഹൂദ് എന്ന് പറഞ്ഞത് യൗമ അറഫയെക്കുറിച്ചാണ്, അറഫയെക്കുറിച്ചാണ്. ആ അറഫയിൽ വെച്ച് അല്ലാഹു എല്ലാവരോടും തൗഹീദിന്റെ പ്രഖ്യാപനം, റഹ്മാനായ റബ്ബ് മാത്രമാണ് ഇലാഹ്, മഅബൂദ്, റബ്ബ്, അല്ലാഹു അല്ലാതെ ഒരു സൃഷ്ടികളോടും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല, ആരാധിക്കാൻ പാടില്ല എന്ന തൗഹീദിന്റെ ആ ആശയം സ്വീകരിച്ചിട്ടുണ്ട്.